സാമൂഹികമായും രാഷ്ട്രീയമായും ഉയർത്തെഴുന്നേറ്റ ഒരു നൂറ്റാണ്ടിന്റെ നായകനായിരുന്ന EMS ഓർമ്മയായിട്ട് ഇന്നത്തേക്ക് 26 വർഷം. ജാതി വിവേചനത്തിന്റെയും ജന്മിത്വത്തിന്റെയും അടിയറ തകർത്ത് ജനാധിപത്യ ബോധത്തിലേക്ക് കേരളത്തെ പുതുക്കി പണിതത് EMS ആയിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിലും നവോത്ഥാന പോരാട്ടങ്ങളിലും ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തെ നയിച്ചു. തീപ്പൊരികൾ പാറുന്ന ദാർശനിക സംവാദങ്ങൾ, എതിരാളികളെ നിഷ്പ്രഭരാക്കുന്ന ചാട്ടുളി പോലുള്ള പ്രയോഗങ്ങളും ഇടപെടലുകളും, അവസാനം വരെ തൊഴിലാളി വർഗത്തോട് പുലർത്തിയ കൂറ് എന്നിങ്ങനെ EMSനെ വിശേഷിപ്പിക്കാൻ വാക്കുകൾ പോരാതെ വരും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയുമായിരുന്നു EMS നമ്പൂതിരിപ്പാട്. ചരിത്രകാരൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, ആധുനിക കേരളത്തിന്റെ ശില്പികളിൽ പ്രധാനി, ജനകീയ ആസൂത്രണ പദ്ധതിയുടെ മുൻനിരക്കാരിൽ ഒരാൾ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി, KPCC സെക്രട്ടറി തുടങ്ങിയ വിശേഷണങ്ങൾ ഏറെയുണ്ട് EMSന്. 6 തവണ കേരള അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 1957, 59, 67, 69 കാലഘട്ടങ്ങളിലാണ് കേരള മുഖ്യമന്ത്രിയായിരുന്നത്. ഒരു ഉറച്ച കോൺഗ്രസ് അനുഭാവിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റിന്റെ അത്യുന്നതങ്ങളിലേക്ക് എത്തിയ EMS നമ്പൂതിരിപ്പാടിന്റെ ജീവിതയാത്ര പലപ്പോഴും വൈരുദ്ധ്യങ്ങളുടെ പാതകളിലൂടെയായിരുന്നു. ദൈവങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ലോകത്തിൽ ജനിച്ച് ബാല്യം കഴിച്ചുകൂട്ടിയ ഒരാൾ കമ്മ്യൂണിസ്റ്റായി മാറിയതിന്റെ കഥ അദ്ദേഹം തന്നെ പറയുന്നത് 10,000-കണക്കിന് വായനക്കാർക്ക് സഹായകരമാകട്ടെ എന്ന് കരുതിയാണ് EMS ആത്മകഥ എഴുതിയത്. കോൺഗ്രസുകാരിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ആകുന്നത് വരെയുള്ള കഥയാണ് അതിൽ വിവരിക്കുന്നത്. സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിലും പയറ്റുന്ന ഒരു പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായി അറിയപ്പെട്ടിരുന്ന അദ്ദേഹം നിയമലംഘന സത്യാഗ്രഹിയായി അറസ്റ്റിലായതിനെ തുടർന്നുള്ള ജയിൽവാസക്കാലത്താണ് വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് പങ്കാളിയായി മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകനാകാൻ തീരുമാനിക്കുന്നത്. മിക്ക ലേഖനങ്ങളും സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമാക്കിയുള്ളവയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഉഴിഞ്ഞുവെച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. യോഗക്ഷേമ സഭയിലെ പുരോഗമനകാരികളായ ചെറുപ്പക്കാരുടെ സംഘത്തിൽ മുന്നിൽ നിന്നിരുന്നയാളാണ് EMS നമ്പൂതിരിപ്പാട്. ബ്രാഹ്മണ്യത്തിനെതിരെ കലാപം സൃഷ്ടിക്കുകയും കേരളത്തിലെ ജാതി ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ വലിയ പോറൽ വരുത്തുകയും ചെയ്ത വ്യക്തിയാണ് EMS. മലപ്പുറം പെരിന്തൽമണ്ണയിലെ ഒരു ആഠ്യ ബ്രാഹ്മണ കുടുംബത്തിലാണ് EMS ജനിച്ചത്. EMS ആദ്യം നടത്തിയ പോരാട്ടം സ്വസമുദായത്തിലെ കടുത്ത ജാതി വ്യവസ്ഥയ്ക്കും സ്ത്രീ വിരോധത്തിനുമെല്ലാം എതിരായിട്ടായിരുന്നു. ചരിത്രവും തത്വശാസ്ത്രവും മാർക്സിസവും ഒരുപോലെ വഴക്കമായിരുന്നെങ്കിലും യുക്തിഭദ്രമായ ചിന്തകളിലൂടെയും പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ കൃത്യമായ പാകപ്പെടുത്തലിലൂടെയുമാണ് അദ്ദേഹം രാഷ്ട്രീയ എതിരാളികളെ പോലും വിസ്മയിപ്പിച്ചത്. വീക്ഷണപരമായ സംവാദങ്ങൾക്ക് അഗ്നി പകരാൻ കഴിയുമ്പോൾ തന്നെ സാധാരണക്കാരനിലേക്കും തൊഴിലാളികളിലേക്കും തന്റെ ആശയപരമായ പ്രസരിപ്പ് പകരാൻ കഴിഞ്ഞിരുന്നു എന്നതാണ് EMS എന്ന 3 അക്ഷരത്തിന്റെ മഹത്വം. ഇന്ത്യയുമായി ബന്ധപ്പെട്ട നയതന്ത്രപരമായ വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾക്കും അഭിപ്രായഗതികൾക്കും ലോകം കാതോർത്തിട്ടുണ്ട്. 1957 EMS മന്ത്രിസഭ കേരള മോഡൽ എന്ന പിൽക്കാലത്ത് ലോകം മുഴുവൻ പ്രകീർത്തിക്കപ്പെട്ട വികസന ചരിത്രത്തിന് അടിത്തറയിട്ടു. മലയാളത്തിൽ തന്നെ 100-ലധികം പുസ്തകങ്ങൾ എഴുതി. ഇതിനു പുറമെ ലഘുലേഖനങ്ങൾ വേറെയും. 1998 മാർച്ച് 19 EMS വിട പറഞ്ഞപ്പോൾ നഷ്ടമായത് കേരളത്തെ പുതുക്കി പണിത നായകനെയായിരുന്നു. സമസ്ത മേഖലകളിലും തന്റേതായ കയ്യൊപ്പ് ചാർത്തി കേരള രാഷ്ട്രീയത്തിൽ സ്വന്തമായൊരു യുഗം സൃഷ്ടിച്ചു തന്നെയാണ് അദ്ദേഹം വിടവാങ്ങിയത്. You are watching India's first NGO television, Malanadu TV India.